പരിപാടി ഇന്നിപ്പോ ഞാനിപ്പോ കുറച്ചാളല്ലേ വീഡിയോ ഇടാൻ തുടങ്ങണം. ഞാൻ കുറെ നാളെ ഇപ്പൊ ഷോർട്സ് ഒക്കെ ഇടാൻ തുടങ്ങണം. അപ്പോഴേ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടിട്ട് ആ ക്യാമറയിൽ നോക്കി സംസാരിക്കാനുള്ള ആ ഒരു ചമ്മൽ അങ്ങോട്ട് പോയി. വീട്ടിൽ നിന്ന് അമ്മച്ചയൊക്കെ വിളിച്ചിട്ട് പറയണേ, എടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുവാർന്നാന്ന് അറിയാം. ഞാൻ ഇന്നോർത്തേന്ന് ഒരു ഫുൾ വീഡിയോ എടുത്ത് യൂട്യൂബ് ഇടാന്ന് പറഞ്ഞു. അതിന്റെ മൈൻഡ് സെറ്റ് ആക്കിയിട്ട് ഇറങ്ങിയേക്കാണ്. പിന്നെ നമുക്ക് വണ്ടി ഓടിച്ചോണ്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ എൻ്റെ വീക്കിലി റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനത്തെ കാര്യങ്ങളായിട്ട് ഇന്ന് ഇറങ്ങിയാലെന്ന് ആലോചിച്ച് ഇപ്പോഴത്തെ വീഡിയോ ഓൺ ആക്കി വെച്ചാണ്. ആ ക്യാമറക്കിട്ട് നോക്കി സംസാരിക്കണ ചമ്മലൊക്കെ അങ്ങോട്ട് പോയി. ഇപ്പോൾ ഇത്തിരി ഫ്രീ ആയി. ഇപ്പോൾ ഒറ്റക്ക് നടന്ന് സംസാരിക്കാൻ വലിയ കലിപ്പില്ല കേട്ടോ. എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. ഇപ്പം കണ്ടൻസ് ഒക്കെ ഇടാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും ക്യാമറ നോക്കി സംസാരിക്കാൻ ഒരു മടി ഉണ്ടാവുമല്ലോ. ആ ഒരു മടിയും ആ വെള്ളി വീടലൊക്കെ എല്ലാം ഏകദേശം കുറഞ്ഞിട്ട് ഇപ്പൊ വലിയ സീനില്ല. എല്ലാരും എന്താണ് വർക്കിലൊക്കെയാണ്. ഇന്ന് വെള്ളിയാഴ്ച ഉണ്ട്. ഞാൻ ഇന്നലെ പണി കഴിഞ്ഞ് വന്നപ്പോ ഒരുത്ത് ലേറ്റായി. അപ്പൊ ഇന്ന് പണിക്ക് പോകാനും ഒരുത്ത് ലേറ്റായിട്ട് ഞാൻ പോവാം. പിന്നെ അതിനു മുമ്പ് നമുക്ക് ഒന്ന് മലേഷ്യ പോയി പെട്രോളൊക്കെ അടിക്കണം. അപ്പം അത് ഇപ്പം ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം കേട്ടോ. അതൊരു വീക്ക്ലി റുട്ടീൻ ഒക്കെ ആയിരിക്കും ഇവിടെ ആൾക്കാരുടെയൊക്കെ. കാരണം ഇവിടെ അത്യാവശ്യം പെട്രോളിന് വിലയുണ്ടല്ലോ. ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ കാശുള്ള കാരണം മിക്കവരും തന്നെ മലേഷ്യ പോയിട്ടാണ് അടിക്കുന്നത്. ഞാനും എല്ലാ ആഴ്ചയിലും മലേഷ്യ പോയി ഫുൾ ടാങ്ക് അടിച്ചിട്ടേ വരാറുള്ളൂ. അതാണ് എനിക്ക് കുറച്ചും കൂടെ എളുപ്പം. $10-25 വ്യത്യാസമുള്ളൂ. എന്നാലും ആഴ്ചയിൽ എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല ഓട്ടമുള്ള കാരണം വർക്കിന് പോകണ ഒരിത്തിരി ദൂരെ. അത് കാരണം എപ്പോഴും പോയിട്ട് എല്ലാ ആഴ്ചയിലും മലേഷ്യയിൽ നിന്ന് പെട്രോൾ അടിക്കും. കാർ പാർക്ക് ഒരു ഇത്തിരി ഹൈ ആണ്. ഇത് ഞങ്ങൾ താമസിക്കുന്ന അവിടുത്തെ HDBയുടെ കാർ പാർക്കാണ്. അതായത് ചുറ്റിനും നിങ്ങൾ ഇപ്പോൾ കാണണ്ടാവില്ലേ, കാർ പാർക്കിന് 2-3 വീഡിയോയിൽ കാണിച്ച്. അതായത് ഈ കാർ പാർക്കൊക്കെ എല്ലാം 2-3 HDBകൾ കമ്പൈൻ ചെയ്തിട്ട് അവരുടെ ആൾക്കാരുടെ വെഹിക്കിൾസ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. HDB എന്ന് പറഞ്ഞാൽ ഈ ചുറ്റിനും കാണുന്ന വീടുകളുണ്ട്, ഫ്ലാറ്റുകളുണ്ട്. ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാരുടെ വെഹിക്കിൾസൊക്കെ എല്ലാം ഇവിടെയാണ് പാർക്ക് ചെയ്യണം. ചാർജ് ഉണ്ട് ഇതിനൊക്കെ. ഇങ്ങനെ ഇത് ചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് പോക്കുവരവൊക്കെ നടക്കുള്ളൂ. ഇവിടെ ഉണ്ടെന്നാ താമസിക്കണം പൊക്കത്തിൽ. സാധാരണ ഒരു വീടാണ്ട. അങ്ങനെ ഇപ്പൊ നമ്മ പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മിപ്പോ മലേഷ്യയിലേക്കാണ് പോണം. അതായത് തൊട്ടടുത്ത് തന്നെ ഞാൻ വേറൊരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെക്ക് പോയിന്റ് ക്രോസ് ചെയ്യണമെന്നൊക്കെ. അത് പണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി. ഇപ്പൊ എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. ക്യാമറ നോക്കി സംസാരിച്ചാൽ മതിയല്ലോ. ഇത്തിരി കൂടി ഈസിയായി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. കണ്ട സ്ഥിരം റോഡ് ഒതുക്കോട്ടെ ഇതേപോലെ ആൾക്കാർ. അതായത് മരങ്ങളുടെ കൊമ്പൊക്കെ വെട്ടി അല്ലെങ്കിൽ വലിയ വണ്ടിയൊക്കെ പോകുമ്പോൾ ഇടിക്കുമല്ലോ. സ്ഥിരം ആൾക്കാരിങ്ങനെ റോഡ് ഒതുക്കും. മലേഷ്യയിലേക്ക് പോകാൻ എന്താ വേണ്ടത്? ഒരു പാസ്പോർട്ട്, ഇന്ത്യൻ പാസ്പോർട്ട്, പിന്നെ നമ്മളെ ഇവിടുത്തെ പാസ്, പിന്നെ ഒരു ഫോമും MDC എന്ന് പറഞ്ഞൊരു ഫോമും എഴുതണം. അത്ര ഉള്ളൂ. നേരെ കയറി ചെല്ലാന്നുള്ളു. എന്നിട്ട് പെട്രോൾ ഉണ്ട്. ബ്ലിങ്കിങ് ആണ്. അവിടത്തോളം എത്തുമെന്ന് അറിയാൻ പറ്റത്തില്ലെങ്കിൽ പെട്രോൾ തീർന്ന് തള്ളണ വീഡിയോ ഞങ്ങൾ കാണിച്ചു. കുറച്ച് ബ്ലോക്കൊക്കെ ആയിരിക്കോട്ടെ. ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോ ഇതിൽ ബ്ലോക്കുള്ള വീഡിയോ ഒക്കെ എല്ലാം ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് എത്തിക്കാം. അല്ലെങ്കിൽ കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു വെള്ളിയാഴ്ച ഉണ്ട്. അടുത്ത ആഴ്ചയൊക്കെ ഇവിടെ പബ്ലിക് ഹോളിഡേ. അതായത് ചൈനീസ് ന്യൂ ഇയർ എന്ന് പറഞ്ഞൊരു ന്യൂ ഇയർ തന്നെയുണ്ട്. അതായത് ലീപ്പ് ഇയറാ, ലൂണാർ ഇയറാ. ചൈനക്കാരുടെ ന്യൂ ഇയർ ആണ് എല്ലായിടത്തും. ചൈനയിലൊക്കെ ഒടുക്കത്തെ ആഘോഷമുണ്ട് അതിനൊക്കെ. അതിന് ചൈനയിലൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാം. അപ്പം ഇവിടെ സിംഗപ്പൂർ മെജോറിറ്റി ആൾക്കാർ ചൈനക്കാരാണല്ലോ. അതായത് ചൈനീസ് വംശജരാണ് ഇവിടെ ബോൺ ആൻഡ് ബോട്ടപ്പ് അങ്ങനെ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ. ഇവിടെ കുറച്ച് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ റേസൊക്കെ എന്ന് വെച്ചാൽ ചൈനക്കാരി, ഇന്ത്യക്കാരി,
മലയക്കാരി, പിന്നെ ഇന്തോനേഷ്യക്കാരി, യൂറേഷ്യൻസ്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ കമ്മ്യൂണിറ്റി. അതായത് സിംഗപ്പൂരിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കാരില്ല സത്യം പറഞ്ഞാൽ. അതായത് ഇതേപോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്നും കുടിയേറി ഫോം ചെയ്തൊരു രാജ്യമുണ്ട്. അത് കാരണം ഇവിടെ നമുക്കൊക്കെ തമിഴന്മാർക്ക് ഇവിടെ പണ്ടേ കസേരയുള്ള കാരണം തമിഴന്മാർക്കൊക്കെ ഇവിടെ പണ്ടേ കസേരയുള്ള കാരണം നമുക്കൊന്നും വലിയ റേസിസം അനുഭവപ്പെട്ടിട്ടുണ്ടോന്ന് വെച്ചിട്ട് പെട്ടിട്ടുണ്ട്. അങ്ങനെ പെടാണ്ടൊന്നുമില്ല, പക്ഷെ ഭയങ്കര കുറവാ. അതായത് നമ്മ ഇവിടത്തെക്കാരാന്ന് പോലെ തോന്നും. അതായത് ഇവിടത്തെക്കാരെന്ന് പറഞ്ഞ ആൾക്കാരില്ലല്ലോ. അത് കാരണം എല്ലാവരും ഇവിടത്തെക്കാര് തന്നെ ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കണം. ആകെ എനിക്ക് കുറച്ച് റേസിസം തോന്നിയേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനക്കാരുടെ അടുത്തൊന്നും വേണ്ട. ചൈന ഇന്ത്യയൊക്കെ കുറച്ച് ശത്രുക്കളാണല്ലോ. അപ്പൊ അവര് വിചാരിക്കും നമ്മുടെ ശത്രുക്കളെ, നമ്മൾ വിചാരിക്കും അവർ ശത്രുക്കൾ. അല്ലാണ്ട് അവര് നമ്മുടെ മെക്കിട്ട് കയറാനൊന്നും വരുന്നില്ല. കാണുമ്പോ വേറൊരു പൊളി അങ്ങനെ അത്രേ ഉള്ളൂ. ഞാൻ വേറെ റേസിസ്റ്റ് വർത്താനം പറയുന്നതല്ല, പക്ഷെ ഇതാണ് റിയാലിറ്റി. ലെഫ്റ്റിലൊരു മുസ്ലിം പള്ളിയുണ്ടോ, വെള്ളിയാഴ്ചത്തെ നിസ്കാരത്തിന്റെ തിരക്കാണ് ഈ കാണുന്നത്. കുട്ടിക്കത്തെ തിരക്കുണ്ടോ, റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്തൊക്കെ കണ്ണടക്കും, പോലീസുകാർ കണ്ണടക്കും. പിന്നെ വേറെ ഒന്നും ചെയ്യാനല്ലോ, ഇത്രയും മുസ്ലിങ്ങളുള്ളതാണ് ഇവിടെ മുസ്ലിങ്ങൾക്കും. അതായത് തൊട്ടപ്പുറത്ത് മലേഷ്യ എന്ന് പറഞ്ഞത് മുസ്ലിം രാജ്യമല്ല, അവിടെ ഇപ്പോഴും രാജഭരണമൊക്കെയാണ്. അവിടെ നിന്ന് പണിക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ, ഇവിടെ ജനിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ. ഇവിടെ ചുറ്റിനും പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഉച്ചക്ക് ബ്രേക്കിന് വരും. അങ്ങനെയൊക്കെ അടിപൊളിയുണ്ട്. എല്ലാവരും കൂടി ഒത്തൊരുമയോടെ ജീവിക്കണം. അവിടെ ഒത്തൊരുമ ഇത്തിരി കൂടുതലാണ്. അതായത് ആൾക്കാര് പുറത്തുനിന്ന് വന്ന ആൾക്കാരൊക്കെ നമ്മൾ അറിയണില്ലല്ലോ, ആരാ പുറത്തു പോകുന്നത് ആരാ അകത്തു പോകുന്നതെന്ന് അറിയാം. എല്ലാവരും ഒരേപോലെ അല്ലേ ഇരിക്കും. അത് കാരണം റേസിസം കുറച്ച് കുറവാണ്. പിന്നെ ഇഷ്ടംപോലെ സിഗ്നലുണ്ട് ഇവിടെ, മെനക്കേടാണ്. ഹൈവേയിലേക്ക് ഇറക്കാൻ സീനില്ല കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാലില്ലേ, ഈ സിംഗപ്പൂരിന്റെ ഒരറ്റത്താണ്. അതായത് ബാംഗ്ലൂരിന്റെ സിംഗപ്പൂരിന്റെ ഒരു അറ്റത്താണ്. ആ അറ്റത്ത് നിന്നാണ് മലേഷ്യയിലേക്കുള്ള ട്രെയിനും ബസ്സും മെട്രോയും അങ്ങനെയൊക്കെ എല്ലാം ഉള്ളത്. എല്ലാ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഇവിടെ നിന്നാണുള്ളത്. അപ്പൊ ഇവിടെ അത്യാവശ്യം തിരക്കുള്ള ഏരിയയാണ്. വൈകുന്നേരം, വെള്ളിയാഴ്ച വൈകുന്നേരം, അങ്ങനത്തെ വൈകുന്നേരങ്ങളൊക്കെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊക്കത്ത് കാണുന്ന പാലത്തിൽ കൂടിയാണ് മലേഷ്യയിലേക്ക് പോകണം. അപ്പൊ ഞാനിപ്പോ പോയിട്ട് തിരിച്ചു വരണം ഈ പാലത്തേക്ക് കയറാൻ വേണ്ടി. അതാണ് ടാസ്ക് കയറാൻ പോണേ. അപ്പൊ ഇവിടെ എന്നൊക്കെ പറയണ്ടല്ലോ, അയ്യോ കാലുകുത്താൻ പോലും സ്ഥലം ഉണ്ടാവും കേട്ടോ. അതായത് ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം ഒരു 6 മണിക്ക് ഈ റോട്ടിൽ നിന്ന് ഒരു വീഡിയോ എടുത്തതിനാലല്ലേ ഒരു 1.5 മണിക്കൂർ എടുക്കാണ്ട് എനിക്ക് അപ്പുറത്തായിട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതായത് ബൈക്ക് എന്ന് പറഞ്ഞാൽ ചൂടും എല്ലാം കൊണ്ടുണ്ടല്ലോ, നല്ല ചേലായിരിക്കും, പ്രഷറായിരിക്കും. ഇഷ്ടം പോലെ ഈ മലേഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തുണ്ടല്ലോ, അതായത് മലേഷ്യ എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് ഉള്ള വർക്ക് ഫോഴ്സ് ഇവിടെ ഭയങ്കര കൂടുതലാണ്. അതായത് അവിടെ നിന്ന് ആൾക്കാർ ഡെയിലി രാവിലെയും വൈകുന്നേരവും പണിക്ക് വരും. ഫുൾ ടൈം ബിസിയാണ്ട. ലോകത്തെ ഏറ്റവും വലിയ ബിസിയസ്റ്റ് ലാൻഡ് ബോർഡർ എന്ന് പറഞ്ഞത് ഇവിടെ. അതായത് ഞാനിപ്പോ പോണ റോഡാണ് ഏറ്റവും വലിയ ബിസിയസ്റ്റ് ലാൻഡ് ബോർഡർ. പക്ഷെ വൈകുന്നേരം ആവണുണ്ടോ ഈ സമയം, അതായത് ഈ ഉച്ചക്ക് 1 മണി 1:30 മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊന്നും ഉണ്ടാവൂല. നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് ഒന്ന് കയറാം. പക്ഷെ വൈകുന്നേരം വായിക്കാനാ മോനെ പെട്ടതാണ് അതിൻ്റെ ഉള്ളിൽ കിടന്ന്. അവിടെ പണിയെടുത്ത് ഇവിടെ പണിയെടുത്ത് അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് നല്ല രസമുണ്ടാവും. അതായത് ചടങ്ങുണ്ട്, വന്നു പോണ ചടങ്ങൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് നല്ല ഏണിങ്സ് ഉണ്ടാവും. അവിടെ 2-3 വീടുകൾ ഉണ്ടാവും, 2-3 കാറുകൾ ഉണ്ടാവും. ഇവിടെ പാവപ്പെട്ടവരായിട്ട് വരണം, പണിയെടുക്കണം. പക്ഷെ അവിടെ ഒരു രാജാവായിരിക്കും. അതേപോലെ അവർക്ക് എല്ലാ ദിവസവും അവരുടെ വീട്ടുകാരെ കാണാം, പിള്ളേരോടൊപ്പം നിൽക്കാം.
പക്ഷേ രാവിലെ കൂടെ പണിക്ക് വന്നെങ്കിൽ നേരത്തെ ഇറങ്ങണ്ട. അത് തിരക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. ചിലവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ വരും, കണ്ട് വെയിറ്റ് ചെയ്യും പണിക്കാനാ. കോംപ്രമൈസ് ചെയ്യണം കുറച്ചൊക്കെ.